الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين، ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഷർറിനെ കുറിച്ച് ചോദിച്ചു. ഇസ്ലാമാകുന്ന ഈ മഹത്തായ ഖൈറിന് ശേഷം ഷർറ് വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷർറ് വരും എന്നാണ് ഉത്തരം പറഞ്ഞത്. ولذلك قال حذيفة: هل بعد هذا الخير من شر؟ قال صلى الله عليه وسلم: نعم. وهذا خبر من الرسول صلى الله عليه وسلم. ഇത് അവിടുന്ന് നമുക്ക് നൽകുന്ന ഒരു വൃത്താന്തമാണ്. بأنه سيكون بعد الخير الذي جاء به محمد صلى الله عليه وسلم الشر. അവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഖൈറിന് ശേഷം, ഇസ്ലാമാകുന്ന ഖൈറിന് ശേഷം പിന്നീട് ഷർറ് വരാനിരിക്കുന്നു. വഹാദാ ഹസല ഫീ ആഖിരി അഹദി സ്വഹാബ. ഹദീസിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഷർറ് സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഒടുവിൽ സംഭവിക്കുക തന്നെ ചെയ്തു. ബിമാ ഹസല മിനൽ ഫിതൻ. അന്നുണ്ടായ ചില ഫിത്നകൾ, ആ ഫിത്നകളാണ് യഥാർത്ഥത്തിൽ ഈ ഷർറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമാ ഹസല മിൻ ശുറൂർ അല്ലത്തി ഹസലത് ബൈനൽ മുസ്ലിമീൻ. അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിംകൾക്കിടയിൽ സംഭവിച്ചു പോയിട്ടുള്ള ശുറൂറുകൾ, തിന്മകൾ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഫഖദ് ഹസല മാ ഖസ്സഹു അലൈന താരീഖ്. ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ കാര്യങ്ങൾ, ആ കറുത്ത ഏടുകൾ, അത് സംഭവിക്കുക തന്നെ ചെയ്തു. വഹാദാ മിൻ ബാബിൽ ഇബ്തിലാഇ വൽ ഇംതിഹാൻ. ഇത് പരീക്ഷണത്തിന്റെ ബാബിലാണ്, ഇനത്തിലാണ് ഉൾപ്പെടുന്നത്. വഖദ് വഖഅ മാ ഖബറ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പ്രവചിച്ചത്, അത് പുലരുക തന്നെ ചെയ്തു, സംഭവിക്കുക തന്നെ ചെയ്തു. ഹസലത്ത് ഫിത്നത്തുൻ വശുറൂർ. ഷർറുകളും ഫിത്നകളും ഉണ്ടായി. വബസഗത്ത് ബാസിഗത്തുൻ മിനൽ ഫിറഖിൽ ളാല്ല. ആ കാലയളവിലാണ് വഴിതെറ്റിപ്പോയിട്ടുള്ള ചില കക്ഷികൾ അത് പ്രത്യക്ഷപ്പെട്ടത്. മിസ്ലൽ ഖദരിയ്യ വശീഅ വൽ മുർജിഅ വൽ ജഹ്മിയ്യ വഗൈരി ദാലിക്. ഖദരിയാക്കളുണ്ടായി, ഷിയാക്കളുണ്ടായി, മുർജിഅത്തുണ്ടായി, ജഹ്മിയാക്കളുണ്ടായി. ഇതുപോലുള്ള മറ്റു പല തെറ്റിയ പിഴച്ച കക്ഷികളുമുണ്ടായി. ഹസ്വല ഹാദാ ഫീ അവാഖിരി അഹ്ലി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിന്റെ ഒടുവിലാണ് ഇത് സംഭവിച്ചത്. വലാകിൻ മാദാമൽ ഖുർആനു മൗജൂദ. ഖുർആൻ ജനങ്ങൾക്കിടയിൽ, മനുഷ്യലോകത്ത്, ഭൂലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ, വസ്സുന്നത്തു സ്വഹീഹത്തു മൗജൂദ. ശരിയായ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അത് തുടരുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ, ഫഇന്ന ഹാദ ശർറ യൻതഹിർ ഇദാ ഹുമില ഹാദൽ ഖുർആൻ ഇദാ ഹമല ഹാദൽ ഖുർആൻ വഹാദിഹി സുന്നത അൽ ഉലമാ. ഈ ഖുർആനിനെയും ഈ സുന്നത്തിനെയും ഉലമാക്കൾ വഹിക്കേണ്ട വിധത്തിൽ വഹിക്കുകയും അവരത് പ്രചരിപ്പിക്കേണ്ട വിധത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്താൽ ഈ ഷർറ് താനെ തന്നെ ഇല്ലാതായി പോകും. വവല്ലഹു ലിന്നാസി ഹാദിഹിൽ ഫിതൻ വഹാദിഹി ശുറൂർ. ആ ഖുർആൻ കൊണ്ട്, ഹദീസ് കൊണ്ട് ഈ തിന്മകളെ സംബന്ധിച്ച് ഉലമാക്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്താൽ പിന്നീട് ആ തിന്മകൾ നിലനിൽക്കില്ലാതെ നീങ്ങിപ്പോകും. ഈ ഫിത്നകൾക്ക്, ശുറൂറുകൾക്കുള്ള ദവാ, പ്രതിവിധി, പ്രത്യൗഷധം അതുണ്ട്, ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിനാണ് സർവ്വ ഹംദുകളും. വശർറു യുദ്ഫഉ ബിൽ ഖൈർ. തിന്മയെ തടുക്കേണ്ടത് നന്മ കൊണ്ടാണ്. അങ്ങനെ അന്നുണ്ടായ ഷർറുകൾ, ഫിത്നകൾ, ഫുർഖത്തുകൾ, ഇതെല്ലാം തന്നെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഖൈറ് കൊണ്ട് തടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യം തുടരുകയാണ്, അദ്ദേഹം വിടുന്നില്ല നബിയെ. വഹൽ ബഅദ ദാലിക ശർറു മിൻ ഖൈർ. ആ ഷർറിന് ശേഷം പിന്നെ ഖൈറ് വരുമോ? ഖാല നഅം. ആദ്യം ജാഹിലിയ്യത്ത്,
പിന്നെ ഏറ്റവും സമ്പുഷ്ടമായ ഏറ്റവും പരിശുദ്ധമായ ഖൈർ, അതിനുശേഷം പിന്നീട് ഷർറ്. ആ ഷർറ് സഹാബത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നടന്നു. അതിനുശേഷം പിന്നീട് ഖൈർ വന്നു. ഖൈർ വരുമോ എന്ന് ചോദിച്ചു. അതേ, ഖൈർ വരും എന്ന് പറഞ്ഞു. ഹാദാ ഫീഹി ദലീൽ അലാ അന്ന അശ്ശർറ ലാ യദൂം. തിന്മ അത് എന്നുമെന്നും നിത്യമായി നിൽക്കില്ല, തിന്മക്ക് നിലനിൽപ്പില്ല. വഅന്നൽ മുസ്ലിം യൻതളിറുൽ ഫറജ് മിനല്ലാഹി അസ്സ വജൽ. ഒരു മുസ്ലിമായ മനുഷ്യൻ ഏത് തരം തിന്മകൾ വന്നു കഴിഞ്ഞാലും സംഭവിച്ചാലും ഫറജ് പ്രതീക്ഷിക്കേണ്ടതാണ്. അതിൽ നിന്നുള്ളൊരു ആശ്വാസം, അതിൽ നിന്നുള്ളൊരു മോചനം അയാൾ പ്രതീക്ഷിക്കട്ടെ. ഖാലല്ലാഹു ജല്ല വഅല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. പ്രയാസത്തോടൊപ്പമാണ്, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഉസ്റിന്റെ കൂടെ യുസ്റുണ്ട്. ഒരു പ്രയാസമുണ്ടെങ്കിൽ എളുപ്പമുണ്ടാകും. ഒരു തിന്മ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നും നിലനിൽക്കില്ല, അതിന്റെ കൂടെ തൊട്ടുടനെ തന്നെ നന്മ വരും. ഈ നന്മകൾ, ഈ എളുപ്പം നമ്മൾ പ്രതീക്ഷിക്കണം. ഫലാ ബുദ്ദ അൻ യഅതിയൽ ഫറജ്. അതുകൊണ്ട് ആശ്വാസം വരേണ്ടതുണ്ട്, അത് വന്നേ പറ്റൂ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, വഅലം, നീ അറിയുക, അന്നൻ നസ്റ മഅസ് സബ്ർ. അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വരുന്നത് ക്ഷമയോടൊപ്പമാണ്. അഥവാ ഒരു പരീക്ഷണം, ആ പരീക്ഷണത്തിൽ നിങ്ങൾ സഹിച്ചു അങ്ങേയറ്റം നിങ്ങൾ സഹിച്ചു. ആ സഹനത്തിനൊടുവിൽ വിജയം വരിക തന്നെ ചെയ്യും. വഅന്നൽ ഫറജ മഅൽ കർബ്. കറബുണ്ടാകുമ്പോൾ അതീവ വിഷമങ്ങൾ, പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾക്ക് ഒടുവിൽ, പ്രതിസന്ധികൾക്ക് ശേഷമാണ്, അതോടൊപ്പമാണ് ഫറജ് വരുന്നത്, ആശ്വാസമുണ്ടാകുന്നത്. വഅന്ന മഅൽ ഉസ്രി യുസ്റ. പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടായിരിക്കും. ഇത് റസൂലുള്ളാഹിന്റെ വചനമാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച. ഫലാ യയഅസിൽ ഇൻസാൻ. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ നിരാശപ്പെട്ടു പോകരുത്. ഇൻദമാ തക്സുറുൽ ഫിതൻ. ഫിത്നകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ, ഫിത്നകൾ എന്തിന്, അതിന് ഒരു ഹിക്മ ഇലാഹിയ ഉണ്ട് എന്നത് നേരത്തെ ശൈഖ് വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഫിത്നകൾ കാണുമ്പോൾ നമ്മൾ മനസ്സുമടുക്കുകയോ നിരാശപ്പെട്ടു പോവുകയോ ചെയ്യരുത്. വതക്സുറു ശുറൂർ. അതുപോലെ തന്നെ ശുറൂറുകൾ, തിന്മകൾ വർദ്ധിക്കുമ്പോൾ നിരാശപ്പെടരുത്. ഫഇന്നഹു യത്മഇന്നു നഫ്സഹു വയത്മഇന്നു ഗൈറഹു ഇൻദ ഹുദൂസിൽ ഫിതൻ. അയാൾ സ്വയം ആശ്വസിക്കുകയും സ്വയം സമാധാനിച്ചിരിക്കുകയും അതേപോലെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. അവനാണ് മുസ്ലിം. തിന്മകൾ ഉണ്ടാകുമ്പോൾ, ഫിത്നകൾ ഉണ്ടാകുമ്പോൾ സ്വയം ആശ്വസിക്കാൻ അയാൾക്ക് കഴിയണം. കാരണം ഈ ഫിത്നകൾക്ക് പിന്നിലുള്ള ഹിക്മ ഇലാഹിയ അറിയുന്നവനാണ് മുസ്ലിം. അതുകൊണ്ട് അയാൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുകയും ചെയ്യേണ്ടവനാണ്. യഖൂൽ, അയാൾ പറയട്ടെ, അൽഹംദുലില്ലാഹ് നഹ്നു അലാ ഹുദാ. അല്ലാഹുവിനാണ് എല്ലാ മഹാമിദുകളും. നമ്മൾ അല്ലാഹുവിന്റെ കൃപ കൊണ്ട് നമ്മൾ ഹിദായത്തിലാണല്ലോ. വഅലാ ദീനിൻ വാളിഹ്. യാതൊരു അവ്യക്തതയുമില്ലാത്ത സുവ്യക്തമായ ദീനിലാണല്ലോ. വൽ ഫറജു ഖരീബ്. ഈ പരീക്ഷണങ്ങൾ ഏറെ നീണ്ടു പോകില്ല. ഇതിനുടനെ തന്നെ, അടുത്ത് തന്നെ ഒരു പ്രഭാതമുണ്ട്, അടുത്ത് തന്നെ ഒരാശ്വാസമുണ്ടെന്ന് അയാൾ പറയട്ടെ. വശർറു യസൂലു ബിഇദ്നില്ലാഹ്. ശർറ് നിലനിൽക്കില്ല, അല്ലാഹുവിന്റെ വേണ്ടുക കൊണ്ട് അത് നീങ്ങിപ്പോവുക തന്നെ ചെയ്യും. ഹാകദാ യംബഗി ലിഅഹ്ലിൽ ഖൈർ വൽ ഉലമാ. ഇപ്രകാരമാണ് നന്മയുടെ വക്താക്കൾ, ഇൽമിന്റെ ആളുകൾ, അയ്യത്മഇന്നു വയതമ്മിനു അന്നാസ്. സ്വയം ആശ്വാസം കാണേണ്ടത്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടത്. ലിഅന്ന ഹാദാ ശൈഉൻ യസൂലു ബിഇദ്നില്ലാഹ്. ഫിത്നകൾ, അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ, ശുറൂറുകൾ, അത് എന്നും ഇവിടെ നിലനിൽക്കില്ല, അത് നീങ്ങിപ്പോകും അള്ളാഹുവിന്റെ ഇതിനോടുകൂടി. വയഅതി ബഅദഹുൽ ഫറജ്. അതിന് ശേഷം ഫറജ് വരികയും ചെയ്യും, ആശ്വാസം വരികയും ചെയ്യും. വലാ യജൂസു ലിൽ ഇൻസാനി അൻ യഖൂല ഹലക്കന്നാസ്. അതുകൊണ്ട് ഒരു മനുഷ്യന് പാടുള്ളതല്ല ഇങ്ങനെ പ്രതികരിക്കുക എന്നുള്ളത്. ഫിത്നയുടെ കാലത്ത് ഹലക്കന്നാസ്, മനുഷ്യർ മുഴുവനും നശിച്ചു കേട്ടോ. ഹാദാ ലാ യജൂസ്. ഇങ്ങനെ പറഞ്ഞു പോകരുത്. ബൽ ഇന്നഹു യുത്മഇന്നു നാസ്. മറിച്ച് അയാൾ മനുഷ്യർക്ക്, മറ്റുള്ളവർക്ക് കൂടി ആശ്വാസം പകരുകയാണ് ചെയ്യേണ്ടത്. വയുസബ്ബിതു നാസ അലൽ ഖൈർ. മറ്റുള്ള ജനങ്ങളെ കൂടി നന്മയിൽ ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്യേണ്ടത്. വയതവക്കൽ. എന്നല്ല, ഒരു വിശ്വാസി പ്രതീക്ഷ വെച്ച് പുലർത്തണം. അയാൾ പ്രതീക്ഷിക്കണം. ലഹുമുൻ നസ്ർ. ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ നസ്ർ വരും, സഹായം വരുമെന്ന്. ഫഇന്നൽ ആഖിബ
ദായിമത്തുൽ ലിൽമുത്തഖീൻ, കാരണം നല്ല പര്യവസാനം എപ്പോഴും മുത്തഖീങ്ങൾക്കൊപ്പമുള്ളതാണ്, മുത്തഖീങ്ങൾക്ക് കിട്ടുന്നതാണ്. വല്ലാഹു യുദാവിലു ദുനിയാ ബൈനന്നാസ്, ദുനിയാവിലെ പ്രയാസങ്ങളും എളുപ്പവും ദുനിയാവിലെ ക്ഷേമക്ഷാമങ്ങൾ സുഖദുഃഖങ്ങൾ ജനങ്ങൾക്കിടയിൽ അല്ലാഹു മാറ്റിമറിച്ച് നൽകുന്നു. ലാകിന്നൽ ആഖിബത ലിത്തഖ്വ, പക്ഷേ ആത്യന്തികമായിരിക്കുന്ന ഗുണം പര്യവസാനം അത് തഖ്വക്കാണ്, മുത്തഖീങ്ങൾക്കാണ്. വലാഖിബതു ലിൽമുത്തഖീൻ ഫമഹ്മാ തആളമ അശ്ശർറു വൽ ഫിതൻ, ഫിത്നയും ഷർറും എത്രയെത്ര ഭയാനകമായി പോയാലും ഫഇന്നഹാ ബിഇذനില്ലാഹി അലാ സബീലിൽ സവാൽ, അല്ലാഹുവിന്റെ വേണ്ടുക കൊണ്ട് അത് അലാ സബീലിൽ സവാൽ നിഷ്കാസനത്തിന്റെ മാർഗത്തിലാണ്, ഏറെ കഴിയാതെ അത് നശിച്ചു പോകും. വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി അലൽ ഹഖ് ളാഹിരീൻ, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എന്നുമെന്നും സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ്, സത്യത്തിൽ വാഹിരീങ്ങളാണ്. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ കൈയൊഴിച്ചവർ, അവരെ വിട്ടുപോയ ആളുകൾ അവരൊരിക്കലും അവരെ ഉപദ്രവിക്കില്ല. വലാ മൻ ഖാലഫഹും, അവരോട് എതിർപ്പ് കാണിച്ച ആളുകൾ അവർക്കൊരിക്കലും ഇവരെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഹത്താ യഅതി അംറുല്ലാഹ് തബാറക വതആല, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ എന്നുമെന്നും അങ്ങനെ ഒരു ചെറിയ വിഭാഗം സത്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. വൽഇസ്ലാമു ലാ യസൂൽ വലില്ലാഹിൽ ഹംദ്, പരീക്ഷണങ്ങൾ വരാം, ഷർറുകൾ വരാം, ഭയാനകമാകാം, പക്ഷേ ഇസ്ലാം ഇല്ലാതായി പോകില്ല. വലില്ലാഹിൽ ഹംദ്. വദ്ദീനു ലാ യസൂൽ, മതമില്ലാതാവില്ല. വൽ ഖുർആനു ലാ യസൂൽ, ഖുർആൻ ഇല്ലാതാവില്ല. ഇല്ലാ ഫി ആഖിരിൽ മൗഇദ്, ഏറ്റവും അവസാനത്തെ സന്ദർഭത്തിലല്ലാതെ. അല്ലദീ അഖ്ബറ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഖുർആൻ ഇല്ലാതാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, ഘട്ടത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നഹു ഫി ആഖിരി സമാനി യുർഫഉൽ ഖുർആനു മിൻ സുദൂരിർ റിജാലി വമിനൽ മസാഹിഫ്, ഏറ്റവും ഒടുവിൽ കാലത്തിന്റെ അവസാനത്തിൽ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്നും മുസ്ഹഫുകളിൽ നിന്നും അള്ളാഹുവിന്റെ വചനത്തെ ഖുർആനിനെ അള്ളാഹു ഉയർത്തുമെന്ന്. വലാ യബ്ഖാ ഖുർആനുൻ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകളിൽ പിന്നീട് ഒരു ഖുർആനും ഉണ്ടാവില്ല. ലാകിൻ ഹാദാ ഇൻദ ഖറാബിദ് ദുനിയ, പക്ഷേ അത് ഇപ്പോഴല്ല, ഖിയാമത്ത് നാളിന് തൊട്ട് മുമ്പ് ഈ ദുനിയാവ് നശിച്ചു തുടങ്ങുന്ന ദുനിയാവിന്റെ സർവനാശത്തിന്റെ തുടക്കത്തിലാണത് സംഭവിക്കുക. അതുവരെ ദീൻ നിലനിൽക്കും, നല്ല ആളുകൾ നിലനിൽക്കും. ഫിത്നകൾ എത്ര വന്നാലും ഷർറുകൾ എത്ര വർദ്ധിച്ചാലും ഫഇന്നൽ ഇസ്ലാമ ലാ യസൂൽ വഇന്നദ് ദീന ലാ യസൂൽ, ദീനില്ലാതായി പോകില്ല. അമ്മാ വൽ ഖുർആനു മൗജൂദ്, എന്നാൽ ഖുർആൻ ഉള്ള സമയത്ത്, വസുന്ന മൗജൂദ, അതുപോലെ തന്നെ പരിശുദ്ധമായ നബിചര്യ നിലനിൽക്കുന്ന സമയത്ത്, വൽ ഖിബ്ല മൗജൂദ, ഖിബ്ല മക്ക കഅബ അത് നിലനിൽക്കുന്നുണ്ട്, അത് നിലനിൽക്കുന്ന കാലത്ത് ഫഇന്നൽ ഖൈറ ബാഖിൻ, ഖൈർ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. വഇൻ ളല്ല അൻഹു മൻ ളൽ, ആ ഖൈറിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളൊക്കെ തെറ്റിപ്പോയാലും കുറെ ആളുകൾ അതിൽ നിന്ന് തെറ്റിപ്പോകും, ശരിയാണ്, എന്നാലും ഈ നന്മ, ഈ ഖൈർ ഇവിടെ നിലനിൽക്കുന്നു. വൻ ഹറഫ അൻഹു മൻ ഹറഫ, ആ ഖൈറിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവർ വ്യതിചലിച്ചു പോയാലും അൽ ഫിത്നു ലഹാ വഹയാ കമാ യഖൂലൂൻ, ഫിത്നകൾ വരുമ്പോൾ എഴുത്തുകാർ പറയുന്നത് പോലെ ആധുനികമായ തഅബീർ അനുസരിച്ച് ഫിത്നകൾക്ക് ചില ബലിയാടുകളുണ്ട്, അതിന്റെ ചില വിക്ടിംസ് ഉണ്ട്, അത് വിക്ടിംസ് വരും. ലാ ബുദ്ദ അൻ യദ്ഹബ മാഹാ മൻ യദ്ഹബ്, ആ അത്തരത്തിലുള്ള ഫിത്നകളുടെ കൂടെ അതിന്റെ കൂടെ നശിച്ചു പോകേണ്ട ആളുകൾ നശിക്കുക തന്നെ ചെയ്യും. വലാകിൻ യബ്ഖാ അഹ്ലുൽ ഈമാൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വചനമാണ്. ഒരു ഫിത്ന വരുമ്പോ ആ ഫിത്ന ശരിക്ക് നല്ലതിനെയും ചീത്തയെയും വേറിരിക്കുക ചെയ്യും. അല്ല, ചീത്തയെ ഫിത്ന അതിന്റെ കൂടെ കൊണ്ടുപോകും, നല്ലത് അവിടെ അവശേഷിക്കുക ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ ബാഹ്യമായി നോക്കുമ്പോൾ അത് നല്ലതാണല്ലോ നമ്മളിങ്ങനെ പ്രതീക്ഷ വെച്ച് പുലർത്തും. പക്ഷെ ഇങ്ങനത്തെ ഫിത്ന വരുമ്പോഴാണ് അറിയാം ഫിത്നയുടെ കൂടെ പോയതന്നെ. അപ്പൊ നമുക്കറിയാം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന മാതിരി എല്ലാ കാര്യങ്ങൾ എന്ന്. വലാകിൻ യബ്ഖാ അഹ്ലുൽ ഈമാൻ, ഒരു കാര്യം ഉറപ്പാണ്, ഈമാനുള്ള ആളുകൾ അവശേഷിക്കും. വലൗ കാനൂ ഖലീലീൻ, അവർ എത്ര തുച്ഛമാണെങ്കിലും. വലൗ ദഹബ മൻ ദഹബ മഅൽ ഫിത്ന, ഫിത്നയുടെ കൂടെ കുത്തിയൊലിച്ചു പോയ ആരൊക്കെ കുത്തിയൊലിച്ചു പോയാലും ഈമാനുള്ള ആളുകൾ, ഈമാനിന്റെ ആളുകൾ തുച്ഛമാളുകളെങ്കിലും അവശേഷിക്കും. വളല്ല മൻ ളൽ വജാഅ മൻ ജാ, പിഴച്ചവരൊക്കെ പിഴച്ചു പോകട്ടെ, വന്നവരൊക്കെ വരട്ടെ. ഫഇന്നൽ ഹഖ്ഖ വഅഹ്ലുഹു വലില്ലാഹിൽ ഹംദു യബ്ഖൂൻ, സത്യവും സത്യത്തിന്റെ വക്താക്കളും
അള്ളാഹുവിന്റെ ഹംദ് അവരവശേഷിക്കുക തന്നെ ചെയ്യും ഖിയാമത്ത് നാൾ വരെ. അൽ ഹഖ് മൗജൂദ്, ഈ സത്യം ഇവിടെ നിലക്കൊള്ളുന്നുണ്ട്. വല്ലാഹു ജല്ല വഅല യഖൂൽ, അല്ലാഹുവാണ് പറയുന്നത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റിനെ, ഖുർആനും സുന്നത്തും അടങ്ങുന്ന ഈ വഹയിനെ നാമാണ് അവതരിപ്പിച്ചത്, അതിനെ നാം തന്നെ സംരക്ഷിക്കും. ഫലാ യകൂനു ഇൻദൽ ഇൻസാനി യസ്നുൽ ഖനൂത്ത്. ഇങ്ങനെയാണ് കാര്യമെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു യഥാർത്ഥമായ വിശ്വാസി, അയാൾക്ക് നിരാശക്ക് അല്ലെങ്കിൽ അയാൾ അങ്ങേയറ്റത്തോളം അവശനാകേണ്ട, നിരാശനാകേണ്ട ഒരു കാര്യവുമില്ല. നന്മ മടങ്ങി വരുന്നതിനെ കുറിച്ച് ജനങ്ങൾ നിരാശപ്പെടുകയോ, വമിൻ ഇൻതിസാറിൽ ഹഖ്, സത്യം വിജയിക്കുന്നതിനെ കുറിച്ച് നിരാശപ്പെടുകയോ, വമിൻ ദഹരിൽ ബാത്തിൽ, ബാത്തിൽ തകർന്നു പോകുന്നതിനെ കുറിച്ച് നിരാശപ്പെടുകയോ, ലിഅന്നല്ലാഹ വഅദ ബിദാലിക്, അതുണ്ടാകും, സത്യം തിരിച്ചു വരും, അസത്യം തകരുക തന്നെ ചെയ്യും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വല്ലാഹു അസ്സ വജൽ ലാ യുഖ്ലിഫു വഅദ, അല്ലാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് യഖൂൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞു, വദ്ദീനു മൻസൂറുൻ വമുംതഹനുൻ ഫലാ തഅജബ് ഫഹാദി സുന്നത്തുർ റഹ്മാനി. ദീൻ മൻസൂർ, അള്ളാന്റെ ദീൻ അത് സഹായിക്കപ്പെടും, അതിന് അള്ളാന്റെ സഹായം അവസാനം ഉണ്ടാകും. വമുംതഹനുൻ, പക്ഷെ സഹായം ഉണ്ടാകും വിചാരിച്ചിട്ട് പരീക്ഷണം, ദീനിന്റെ മാർഗത്തിൽ പരീക്ഷണം ഉണ്ടാവില്ല എന്നല്ല, പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണത്തിന്റെ ഒടുവിൽ സഹായം ലഭിക്കും. ഫലാ തഅജബ്, അതിനാൽ നീ ഒരിക്കലും അത്ഭുതപ്പെടേണ്ടതില്ല. ഫഹാദി സുന്നത്തുർ റഹ്മാനി, ഇത് റഹ്മാനായ അള്ളാഹു ഈ ഭൂമിയിൽ സത്യത്തിന്, സത്യത്തിന്റെ ആളുകൾക്ക്, സത്യത്തിനും സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനത്തിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നതായ സുന്നത്താണ്, നടപടിക്രമമാണ്. വതിൽകൽ അയ്യാമ നുദാവിലുഹാ ബൈനന്നാസ്, അത്തരം അയ്യാമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയഅലമല്ലാഹു അല്ലദീന ആമനു, അല്ലാഹു അത് പരീക്ഷിച്ച് അതിലൂടെ തെളിയിക്കുന്നതിന് വേണ്ടി, തെളിയിച്ചറിയുന്നതിന് വേണ്ടിയാണ് ആരാണ് വിശ്വാസികൾ. വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്ന് ശുഹദാക്കളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അല്ലാഹു അക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. വലിയുമഹ്ഹിസല്ലാഹു അല്ലദീന ആമനു, വിശ്വാസികളെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ്. വയംഹഖൽ കാഫിരീൻ, കാഫിരീങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങളെല്ലാം. പരീക്ഷണം ഉണ്ടാകും, പരീക്ഷണമില്ലാതെ മുന്നോട്ട് പോകില്ല. പക്ഷേ സത്യം അവസാനമായി വിജയിക്കും. ആ സത്യത്തിന് അല്ലാഹുവിന്റെ വിജയം വരിക തന്നെ ചെയ്യും. ഹാദിഹിൽ ഹിക്മ, ഈ ഹിക്മത്ത്, അള്ളാഹുവിന്റെ ഈ ഹിക്മത്ത്, ഫീ ജറാഇൽ ഫിത്നി വൽ മിഹൻ, പരീക്ഷണങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്തുന്നതിനുള്ള ഈ ഹിക്മത്ത്, തംഹീസുൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്കുള്ള തംഹീസാണ്, അവരെ സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. വതസ്ബീരിഹിം, അവരെ ക്ഷമിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വതസ്ബീതിഹിം അലൽ ഹഖ്, അവരെ ഹഖിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ്. വതംബീഹിം അലാ അഖ്താഇഹിം, അവർക്ക് ചില തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ ആ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പരീക്ഷണത്തിലൂടെ ഉണർത്തുന്നതിന് വേണ്ടിയാണ്. ലിയതൂബു ഇലല്ലാഹ്, എന്നിട്ട് അവർ അല്ലാഹുവിലേക്ക് മടങ്ങട്ടെ. വലി അജലി അൻ യംഹഖൽ കാഫിരീൻ, അതുപോലെ തന്നെ കാഫിരീങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വഹിയലിൽ മുഅ്മിനീന തംഹീസ്, ഫിത്നകൾ, പരീക്ഷണങ്ങൾ മുഅ്മിനീങ്ങൾക്ക് തംഹീസാണ്, അവരെ സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. വലിൽ കുഫാരി മഹഖ്, കാഫിറുകൾക്ക് അത് നാശവുമാണ്. വലില്ലാഹിൽ ഹംദ് ഫഅലൽ മുസ്ലിം, അതുകൊണ്ട് ഒരു മുസ്ലിമിന് അൻ യൻദുറ ബിഹാദൽ മിൻവാരിൽ ഹഖ്, ഈ ശരിയായ വീക്ഷണകോണിലൂടെ, കണ്ണാടിയിലൂടെ വേണം അയാൾ കാര്യങ്ങൾ നോക്കിക്കാണാൻ. വലാ യൻദുർ ഇലൽ വാഖിഇ വത്താരീഖ് ബിമിൻവാരിൽ അസ്വദ്, ഒരു കറുത്ത കണ്ണാടിയിലൂടെ സംഭവകാല, വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്കും ഗതകാല സംഭവങ്ങളിലേക്കും ഒരാൾ ഒരു കറുത്ത കണ്ണാടി വെച്ച് നോക്കിപ്പോകരുത്. വമിൻവാരിൽ യായിസ്, നിരാശയുടെ കണ്ണാടിയിലൂടെ, യയ്അസുന്നാസ്, ജനങ്ങൾ, യുയ്അസുന്നാസ്, ജനങ്ങളെ നിരാശപ്പെടുത്തുന്ന. വഫിൽ ഹദീസ്, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും ബിളമ്മിൽ കാഫ്, ഒരാൾ പറയാണ് ജനം മുഴുവൻ നശിച്ചുപോയിട്ടോ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവനാണ് അഹ്ലകുഹും, അവരിൽ ഏറ്റവും നശിച്ചവൻ. ഹദീസ് തന്നെ വഫീ റിവായ മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും, ജനങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞാൽ അവനാണ് ആ ജനങ്ങളെ നശിപ്പിച്ചത്. അങ്ങനെ ജനം നശിച്ചിട്ടില്ല, ജനം മൊത്തം നശിക്കൂല. അതിൽ പോകേണ്ട, നാശത്തിന്റെ കൂടെ, ഈ പരീക്ഷണത്തിന്റെ കൂടെ കുത്തിയൊലിച്ച് പോകേണ്ടവനെ പോകൂ. നല്ലവരവിടെ നിലനിൽക്കും, നല്ലവരില്ലാതാവില്ല, അവരെന്നുണ്ടാകും. വായിഫത്തും മിൻ ഉമ്മത്തി വാഹിരീന അലൽ ഹഖ്
ഫൽഇൻസാൻ, അതിനാൽ ഒരു മനുഷ്യൻ ലാ യഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശപ്പെടരുത്. വലാ യുഖന്നിതു الناس മിൻ ഫറജില്ലാഹ് അസ്സ വജൽ, അല്ലാഹുവിന്റെ ഫറജിൽ നിന്ന്, ആശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ അവൻ നിരാശപ്പെടുത്താനും പാടില്ല. ഫഖുൽ, അങ്ങനെ ഇയാൾ വീണ്ടും ചോദിക്കുന്നു, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഒരു കാര്യം ഇടയ്ക്ക് ഉണർത്തുകയാണ്. എന്റെ അടുക്കൽ ഈ അദ്ദേഹം എന്താ അയാൾ ഒരു വ്യത്യാസമല്ല, ഞാൻ അങ്ങനെ ശീലിച്ചു പോയതാണ്. ഇടക്കാലത്ത് ആരോ 1-2 തവണ എന്നെ ശ്രദ്ധയപ്പെടുത്തി അദ്ദേഹം എന്നുള്ളത് വളരെ മര്യാദ ഉള്ള പൊളൈറ്റായിട്ടുള്ള പദമാണ്, അയാൾ എന്ന് പറയുന്നത് മര്യാദ കുറഞ്ഞ പദമാണ്. വല്ലാഹി എനിക്കത് അറിയില്ല, ഞാൻ അതിന്മേൽ ശീലിച്ച ഒരാളല്ല, ഈ വാക്കാണ്ടോട്ട് മാറി വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കണേ, ഞാൻ ആ ഉദ്ദേശത്ത് പറയണല്ല. ഞാൻ 2 പദം ഒരേ മാതിരിയാണ് ഉപയോഗിച്ച് ശീലിച്ചത്. എന്താണ് അതിന്റെ ഹക്ക് എന്ന് ഭാഷ എനിക്കറിയില്ല. ഈ ഷർറിന് ശേഷം പിന്നെ ഖൈർ വരുമോ എന്ന് ചോദിച്ചു. ഖാല നഅം, വരുന്നു പറഞ്ഞു. ഹാദാ ഫീഹി ദലീലുൻ അലൽ ഫറജ്, വീണ്ടും ആശ്വാസം ഉണ്ടാകും എന്നതിനുള്ള തെളിവാണ്. വഇന്നൽ ഇൻസാന ലാ യഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ നിരാശപ്പെടാൻ പാടില്ല. വഅന്നഹു യഅതി ബഅദ ശർ യഅതി ബഅദഹുൽ ഖൈർ, ശർ വരും, ശർറിന്റെ ശേഷം ഖൈർ വരും. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫഅലൽ മുസ്ലിമി അല്ലാ യഖ്നത് വഅല്ലാ യയസ്, നിരാശപ്പെടരുത്, അതുപോലെ പരവശരാകരുത്. വയന്തളിറ ഫറജല്ലാഹ്, അല്ലാഹു നൽകുന്ന ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കണം. ലാകിൻ മഅ കുല്ലി അമലിൻ മാ യസ്തതിഉ എന്ത് പരീക്ഷ ഉണ്ടെങ്കിലും ഒക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതി വരികയാണെങ്കിൽ നിരാശപ്പെടാൻ പാടില്ല. അയാളുടെ കഴിവനുസരിച്ചുള്ള അമലുകൾ, അയാളുടെ കഴിവനുസരിച്ചുള്ള ദഅവത്ത് അയാൾ നടത്തട്ടെ. വനശ്രിൽ ഇൽമ, അദ്ദേഹം വ്യാപിപ്പിക്കട്ടെ. വനശ്രിൽ യഖീനി ഫിന്നാസ്, ജനങ്ങളിൽ യഖീനായിട്ടുള്ള ഈമാൻ ഉറപ്പിക്കട്ടെ. വഅദ്ലി തൈഈസിഹിം വതഖ്നിയതിഹിം, ജനങ്ങളെ നിരാശപ്പെടുത്താതിരിക്കട്ടെ, അവരെ പരവശരാക്കാതിരിക്കട്ടെ. വല്ലുർജാഫി ബിഹിം, അവരിൽ അനാവശ്യമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സംസാരങ്ങൾ നടത്തിക്കൊണ്ട് അവരെ പിറകോട്ട് പിടിച്ചു വലിക്കാതിരിക്കട്ടെ. യഖൂലു ദഹബൽ ഇസ്ലാം, എന്നിട്ട് ഇങ്ങനെ പറയരുത്, ഇസ്ലാം വന്നു പോയി, ഇസ്ലാം നശിച്ചു. ദഹബൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ നശിച്ചു. വൻതഹല്ലം, കാര്യം തീർന്നു, ഈ ധ്വനിയിൽ സംസാരിക്കരുത്. ദീൻ നശിപ്പിക്കപ്പെട്ടു. ഇല ആഖിരി മാ യുഖാൽ, ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാവരുത്. ഹാദിഹി വഖാലാത്ത് സയ്യിഅ, അതൊരു മുസ്ലിമിൽ നിന്നുണ്ടാകാവുന്ന നല്ല വാക്കുകളല്ല, ഇത് ചീത്ത വാക്കുകളാണ്. വഖൗലുഹു ഫീഹി ദഖൽ, ഖൈർ വരും, പക്ഷെ ആ ഖൈർ ദഖലുണ്ട്. ഐ ഫീഹി ശൈഉൻ മിന തഗയ്യുർ, ആദ്യം വന്ന നന്മ, റസൂലുള്ള കൊണ്ടുവന്നിട്ടുള്ള ആ നന്മ, അത് പരിശുദ്ധമാണ്. അതിനുശേഷം തിന്മ വന്നു. ആ തിന്മ സഹാബത്തിന്റെ സഹാബ, അന്നാണ് എല്ലാവിധത്തിലുള്ള തെറ്റായ കക്ഷികളുടെയും ഉത്ഭവത്തിന് ഇസ്ലാമിക ലോകം സാക്ഷ്യം വഹിച്ചത്. അന്നാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രയാസകരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായത്. അതാണ് അവിടെ സൂചിപ്പിച്ചത്. പിന്നെ അതിന് ശേഷം ഖൈർ വന്നു, പക്ഷെ ആ ഖൈറിൽ ദഖലുണ്ട്. ആ ദഖല് റസൂലുള്ള കൊണ്ടുവന്നിട്ടുള്ള ദീനുൽ ഇസ്ലാമിന്റെ ആ പരിശുദ്ധിയില്ല, അതിന് ചില പകർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഹുവ ഖൈറുൻ ലാകിന്നഹു ഫീഹി ശൈഉൻ മിന തഗയ്യുർ, അത് ഖൈറായ ഒരു അവസ്ഥയാണ്, പക്ഷെ അതിൽ കുറച്ച് പകർച്ചയുണ്ട്. ഹാദാ ഇഖ്ബാറുൻ മിന സ്വാദിഖിൽ മസ്ദൂഖ്, സ്വാദിഖും മസ്ദൂഖുമായ റസൂലുള്ള പറയുന്ന വൃത്താന്തമാണിത്. അന്നഹു യഅതി ഖൈർ വമാഹു ശൈഉൻ മിന തഗയ്യുർ, നന്മ ജനങ്ങൾക്ക് തിരിച്ചു വരും, പക്ഷേ തിരിച്ചു വരുമ്പോൾ അതിലൽപ്പം കലർപ്പുണ്ടായിരിക്കുമെന്ന്. ഖുൽ, ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, വമാ ദഖലുഹു, അങ്ങനെ നന്മ തിരിച്ചു വരുമ്പോൾ അതിൽ കാണുന്ന ആ കലർപ്പ്, ആ പകർച്ച എന്താണ്? സുബ്ഹാനല്ലാഹ്. മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അത്ഭുതപ്പെടുന്നു, അല്ലാഹുവിനെ വാഴ്ത്തുന്നു. എന്നിട്ട് പറയുന്നു, ഹാദർ റജുലു ദഖീഖ് ഫി അസ്ഇലതിഹി, അദ്ദേഹം ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ വളരെ ദഖീഖാണ്, വളരെ മൈന്യൂട്ടായിട്ട്, വളരെ സൂക്ഷ്മമായി പോകുന്ന ആളാണ്. വദാലിക മിമ്മ അജ്റാഹു അല്ലാഹു അലാ ലിസാനിഹി ലിഅജ്ലി നഫ്ഇൽ ഉമ്മ, അതെന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നാവിലൂടെ ഈ സൂക്ഷ്മമായ വശങ്ങൾ, സ്ഥലങ്ങൾ ചോദിക്കുന്നത് ഈ ഉമ്മത്തിന് അതിന്റെ നഫ്അ് കിട്ടിക്കാൻ വേണ്ടിയാണ്. അത് അല്ലാഹ് ചെയ്യുന്ന അല്ലാഹുവിന്റെ ഹിക്മത്താണ്. വതഅലീമില്ലുമ്മ, ജനങ്ങളെ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ദഖലുണ്ടാകുമെന്ന് പറഞ്ഞാൽ അവിടെ അവർ അവസാനിപ്പിച്ചില്ല. എന്താ ദഖൽ? അത്ര സൂക്ഷ്മതലങ്ങളിലേക്ക്, അതിന്റെ മൈക്രോ ലെവൽ എക്സ്പ്ലനേഷൻ, അതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഖാല ഖൗമുൻ യസ്തന്നൂന ബിഗൈരി സുന്നത്തി വയഹ്തദൂന ബിഗൈരി ഹദീ, ഒരു പറ്റം ആളുകൾ
അവർ എന്റെ മാർഗം, എന്റെ മൻഹജല്ല അവർ ഉൾക്കൊള്ളുന്നത്. എന്റെ മൻഹജിലല്ലാതെ പോകും. എന്റെ ഹദി അല്ലാത്ത ഹദിയിൽ ഉസാൻമാർഗിക നിർദ്ദേശങ്ങളിലായിരിക്കും അവർ ചരിക്കുക. അവരുടെ അടുക്കൽ റസൂലുള്ള കൊണ്ടുവന്നതിൽ നിന്നുള്ള ചില പരിവർത്തനങ്ങൾ, ചില മാറ്റങ്ങൾ അവരുണ്ടാക്കും. അവർ മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, പക്ഷെ അവരിൽ ഖൈറുണ്ട്. എന്നാലും അവരുടെ അടുക്കൽ അല്പം ചില പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ അവരുണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളവരാണ്. അല്ലദീ ലാ യസൂലു ബിഹി ഈമാനഹും. ആ മാറ്റങ്ങൾ അത് മഅസിയത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. അതല്ലാതെ ഈമാനിനെ ഇല്ലാതാക്കി കളയുന്ന മുകഫിറത്ത്, മുഫസ്സിഖത്ത് മുകഫിറത്തല്ല, മറിച്ച് ഈമാനിന്റെ പരിധിയിൽ നിൽക്കുന്നതാണ്. ഈ ഈമാൻ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നർത്ഥം. വലാ യസൂലു ബിഹി ദീനുഹും. അത് മുഖേന അവരുടെ ഈ ദീൻ ഒരിക്കലും നശിച്ചു പോവില്ല. ലാകിൻ ഫീഹി നഖ്സ്, പക്ഷെ അല്പം ചില കുറവുകളുണ്ട്. വഹാകദ ദുനിയാ ഫീ നഖ്സ്. ഇനി ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇനി മുന്നോട്ട് പോകും തോറും ചുരുങ്ങി 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 വരും. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം അത് റസൂലുള്ളാഹിന്റെ കാലത്ത്. പിന്നെ ഫിത്ന വന്നു. ആ ഫിത്നയ്ക്ക് ശേഷം നന്മ തിരിച്ചു വന്നു. പക്ഷെ ആ നന്മ തിരിച്ചു വരുമ്പോൾ അതിൽ തഗയ്യുറാത്ത്, ചില മാറ്റങ്ങളുണ്ട്, പകർച്ചകളുണ്ട്. ഇനി ആ പകർച്ചകൾ കൂടിക്കൂടി വരെയല്ലാതെ പിന്നീട് കൂടുതൽ നല്ലൊരവസ്ഥയിലേക്ക് പോകില്ല. അത് ദുനിയാവ് വീണ്ടും വീണ്ടും കുറവ് വരികയാണ് ചെയ്യുക. വഫിൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്. എന്താണ് ഹദീസിലുള്ളത്? ലാ യഅതി ആം ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻ. ഒരു വർഷം ഇതിനു ശേഷം അടുത്തൊരു വർഷം വരില്ല. ഇല്ലാ വല്ലദീ ബഅദഹു, അതിനുശേഷം വരുന്ന വർഷം ഇതിനേക്കാൾ ഷർറായിരിക്കും. ഹത്താ തൽഖൗ നബിയക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നബിയെ കണ്ടുമുട്ടുന്നത് വരെ, ഖിയാമത്ത് നാളിൽ റസൂലിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോൾ ആദ്യത്തെ വർഷത്തെക്കാളും മോശമായിരിക്കും പിറ്റത്തെ വർഷം, അതിനേക്കാളും മോശമായിരിക്കും പിറ്റത്തെ വർഷം, അതിനേക്കാളും മോശമായിരിക്കും പിറ്റത്തെ വർഷം. ഇങ്ങനെ ഈ ദുനിയാവിലെ ഖൈർ അനുദിനം അനുവർഷം കുറഞ്ഞ് ലോപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഫയകൂനു ഇൻദഹും ബഅദുൽ മുഖാലഫാത്ത്. അങ്ങനെ ഈ ആളുകളുടെ അടുക്കൽ ചില മുഖാലഫകൾ ഉണ്ടാകും. ബിദ്അ, ഹവ എന്നൊന്നും പറഞ്ഞിട്ടില്ല, അല്ലാതെ മുഖാലഫാത്ത് ശർഇയ്യ, ശർഇയ്യായ കാര്യങ്ങളിൽ ചില മുഖാലഫകൾ ഉണ്ടാകും. ഫീ സുന്നത്തി റസൂൽ വയഹ്തദൂന ബിഗൈരി ഹദിയിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയിലല്ല, ഹദിയല്ലാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവർ സ്വീകരിക്കുക. യബ്തകിറൂന അഷ്യ, ചില കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും. മുഖാലിഫത്തൻ, ആ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഏതിൽ നിന്ന്? ലിസ്സുന്ന, നബിയുടെ സുന്നത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ലാകിൻ ലൈസത്ത് മുഖാലഫ താമ്മ, പക്ഷെ പൂർണ്ണമായി വ്യത്യാസം ഉണ്ടാകില്ല. വഇന്നമാ ഫീഹാ നൗഉ മുഖാലഫ, ഒരു തരം വ്യത്യാസം ഉണ്ടാകും എന്ന് മാത്രം. വഹാദാ ഫീഹി തഹ്ദീറു മിനൽ മുഖാലഫ വലൗ കാനത് യസീറ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച്, ചെറിയ ഒരു വ്യത്യാസം, അതിനെതിരിയാന്നുള്ള അർത്ഥമല്ല കേട്ടോ, വ്യത്യാസം ചേഞ്ച്. ആ വ്യത്യാസം ചേഞ്ച് എത്ര മൈന്യൂട്ടാണെങ്കിൽ പോലും അതുപോലും അവഗണിക്കേണ്ടതല്ല, അതുപോലും ജാഗ്രത പുലർത്തേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ് എന്നുള്ള തഹ്ദീർ ഈ ഹദീസിലുണ്ട്. വഫീഹി അത്തഹ്ദീർ, ഇതിൽ ജനങ്ങളെ ബിനൽ ഇഖ്തിദാഇ ബിഗൈരി സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ശരീഅല്ലാത്ത മറ്റേതെങ്കിലും ഒന്ന് നമ്മൾ പിന്തുടരുന്നതിനെ ശക്തമായി താക്കീത് ചെയ്യുന്നുണ്ട്. വലൗ കാന ദാലിക യസീറൻ, അത് എത്ര ചെറുതാണെങ്കിലും. ലിഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മ ദാലിക ദഹന, ആ അതീവ ചെറിയ ഇതിന് നബി പറഞ്ഞ പേര് ദഹന്, കലർപ്പ് എന്നാണ്. യാനി ഫീഹി നഖ്സുൻ വഫീഹി ളറർ, അതിൽ കുറവുണ്ട്, ലോപമുണ്ട്, അതിൽ ദോഷമുണ്ട്, പരിക്കുണ്ട്. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. വഹാദാ ഫീഹി ദലീലുൻ അലാ അന്നൽ മുസ്ലിം ലാ യഹ്കുമു അലൈഹി ബിൽ കുഫർ മാ ദാമ അന്നഹു ലം യുശ്രിക് ബില്ലാഹ് ശിർകൻ അക്ബർ. ഇതിൽ വേറൊരു തെളിവും കൂടിയുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇസ്തിദ്ലാൽ ചെയ്യുന്ന അവരുടെ അസ്ലിൽപ്പെട്ട ഒരു അസ്ലിനുള്ള തെളിവ് ഇതിലുണ്ട്. എന്താണ് ആ തെളിവ്? ഒരു മുസ്ലിമിനെ കുറിച്ച് കുഫർ ആരോപിക്കാൻ, കുഫർ ബ്രാൻഡ് ചെയ്യാൻ പാടില്ല. മാദാമ അന്നഹു ലം യുശ്രിക് ബില്ലാഹി ശിർകൻ അക്ബർ, അയാൾ ശിർകുൽ അക്ബർ ചെയ്യാത്തിടത്തോളം. ഔ യർതദ് അനിൽ ഇസ്ലാം ബിനാഖിദിൻ മിൻ നവാഖിദിൽ ഇസ്ലാം, ഇസ്ലാമിനെ നള്ളിഫൈ ചെയ്യുന്ന, ഇസ്ലാമിനെ അസാധുവാക്കി തീർക്കുന്ന നവാഖിദുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അയാൾ ചെയ്യാത്തിടത്തോളം, ശിർകുൽ അക്ബർ ചെയ്യാത്തിടത്തോളം കാലം ഒരു മുസ്ലിം അയാൾ കാഫിറാണ് എന്ന് ബ്രാൻഡ് ചെയ്യാൻ പാടില്ല. ലാകിൻ ഹസല അൻദഹു ബഅദു
തഗയ്യുർ, പക്ഷേ അയാളുടെ അടുക്കൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഔ ബഅദു തഹവ്വുൽ, അല്ലെങ്കിൽ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഫഹാദാ യകൂനു മുഖ്തിയൻ, അയാൾ ഒരു പക്ഷേ അബദ്ധം സംഭവിച്ചവനാകാം. വയകൂനു വാല്ലൻ, അല്ലെങ്കിൽ അയാൾ വഴിതെറ്റിയവനാകാം. ഔ ഹത്താ യകൂനു ഫാസിഖൻ, അല്ലെങ്കിൽ ഫാസിഖ് വരെയാകാം. അൽ ഫിസ്ഖ് അല്ലദീ ലാ യുഖ്രിജു മിനൽ മില്ല, ഫിസ്ഖ് ഗൈർ മുഖ്രിജ് മിനൽ മില്ല, ദീനിൽ നിന്ന് ഒരാളെ ബഹിഷ്കരിക്കാത്ത, ദീനിൽ നിന്ന് ഒരാളെ നിഷ്കാസനം ചെയ്യാത്ത തരത്തിലുള്ള ഫിസ്ഖ് ചെയ്ത ആളാകാം. ഫഹാദാ ഫീഹി അസ്ലുൻ മിൻ അസ്ലിൽ അഖീദ, ഈ ഹദീസിന്റെ ഈ വശത്തിൽ നമ്മുടെ അഖീദയുടെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട ഒരു തത്വമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അഥവാ ശിർക്കോ കുഫ്റോ നവാഖിദുൽ ഇസ്ലാമിൽപ്പെട്ടിട്ടുള്ള നവാഖിദുകൾ, ശിർക്ക് അക്ബർ, ഇങ്ങനെയുള്ള കാര്യം ചെയ്യാത്തിടത്തോളം ഒരാൾ ചെയ്തിരിക്കുന്ന മുഖാലഫകൾ അല്ലെങ്കിൽ ഫിസ്ഖുകൾ, ഗൈർ മുകഫ്ഫറത്തായ ഫിസ്ഖുകൾ, മഅസിയത്തുകൾ, ഇത് കാരണത്താൽ ഒരാളെയും കാഫിർ എന്ന് ബ്രാൻഡ് അടിക്കാൻ പാടില്ല. വഹുവ അന്ന മുർതകിബൽ കബീറ, അത് ആ തത്വം ഇതാണ്. വൻ പാപം ചെയ്യുന്ന ഒരു വ്യക്തി ലാ യസ്തമു അലൈഹി ബിൽ കുഫർ, അയാൾ കാഫിറാണെന്ന് ബ്രാൻഡ് ചെയ്തു പോകരുത്. വഇന്നമാ യുസമ്മ ഹാദാ ദഖനൻ വനഖ്സൻ ഫിദ്ദീൻ, ഇതിന് പറയാവുന്നത് അയാളിൽ ദഖനുണ്ട്, അയാളിൽ ദീനിൽ കുറവ് വന്നിട്ടുള്ളവനാണ്. ആ യുസമ്മ ഫിസ്ഖൻ, അല്ലെങ്കിൽ ഫിസ്ഖ് സംഭവിച്ചിട്ടുണ്ട്. ലാകിൻ ലാ യുസമ്മ കുഫ്റൻ വഖുറൂജൻ മിനദ്ദീൻ, അയാൾ മതത്തിൽ നിന്ന് പരിത്യാഗം ചെയ്ത് പുറത്തുപോയി എന്നോ അല്ലെങ്കിൽ കാഫിറാണെന്നോ പറയരുത്. കമാ തഖൂലുൽ ഖവാരിജ് വൽ മുഅ്തസില, അങ്ങനെ പറയുന്ന ചില ചിന്താഗതിക്കാരുണ്ട്. ഖവാരിജികൾ അവരിൽപ്പെട്ടവരാണ്, മുഅ്തസിലത്ത് അവരിൽപ്പെട്ടവരാണ്. ഖാല തഅരിഫു മിൻഹും വതുൻകിർ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. തഅരിഫു മിൻഹും വതുൻകിർ, അവരിൽ നിന്ന് മഅറൂഫായ കാര്യങ്ങൾ നീ കാണും, അവരിൽ നിന്ന് മുൻകറായ കാര്യങ്ങളും നീ കാണും. ഹൗലാഇ الناس തഅരിഫു മിൻഹും ഹാദാ ദലീൽ അലാ അന്നഹും ഇൻദഹും മഅറൂഫ് വഇൻദഹു ഖൈർ, അവരുടെ അടുക്കൽ മഅറൂഫ് ഉണ്ട്, അവരുടെ അടുക്കൽ ഖൈർ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. വതുൻകിർ എന്ന് പറയുമ്പോൾ ഇൻദഹു ശൈഉൻ മിനൽ മുൻകർ, അവരുടെ അടുക്കൽ മുൻകറാത്തുകളിൽ നിന്ന് ചിലതുണ്ട്. അല്ലദീ ഹുവ മുഖാലിഫുൻ ലിഹദി റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീന്, സന്മാർഗത്തിന് എതിരായി വരുന്ന ചില കാര്യങ്ങൾ അവരിലുണ്ട്. ഫീഹിം ഖൈർ വഫീഹിം ശർ, അവരിൽ ഖൈറും ശർറും ഉള്ള ആളുകളാണ്. സമ്മാഹു ഖൈറൻ വഅഖറഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദാലിക്, അതിന് ഖൈർ എന്ന് പേര് വെച്ചു, എന്നിട്ട് നബി അത് അംഗീകരിച്ചു. ഹാദാ ദലീൽ അലാ അന്നഹു ഖൈർ വലൗ കാന ഫീഹി ദഖൻ, അപ്പോൾ ചെറിയ പകർച്ചകളുള്ള, ചെറിയ മാറ്റങ്ങളുള്ള വിഷയം അതിന് ഖൈർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നതിന് തെളിവാണത്. വഫീഹി ദലീലുൻ ലിമദ്ഹബി അഹ്ലി സുന്നത്തി വൽ ജമാഅ, ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജ് ശരിയാണെന്നതിനുള്ള തെളിവാണ്. ഫി അന്നമാ കുല്ലു മുഖാലഫ ലിഹദി റസൂൽ തകൂനു കുഫ്ര, കാരണം റസൂലുള്ളാഹിക്ക് എതിരാകുന്ന എല്ലാ മുഖാലഫകളും അത് കുഫ്റാകില്ല എന്നാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദ. ആ അഖീദ ശരിയാണ് എന്നതിന് ഇതിൽ തെളിവുണ്ട്. കാരണം മുഖാലഫയുള്ള തഗയ്യുറുള്ള ആളുകളെ ഖൈറുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വഇന്നമാ തകൂനു ഖത്താൻ, ചിലപ്പോൾ അബദ്ധമാകാം. ഔ ദലാലൻ, അല്ലെങ്കിൽ വഴികേടാകാം. ഔ നഖ്സൻ ഫിൽ ഈമാൻ, അല്ലെങ്കിൽ ഈമാനിലുള്ള ലോപമാകാം. വതുസമ്മ ശർറൻ അയ്ളൻ, അതിന് വേണമെങ്കിൽ ശർറ് എന്നും പറയാം. വശർറു യഖ്തലിഫ്, ശർറ് വ്യത്യസ്തമാണ്. മിൻഹു ശർറുൻ ഖാലിസ്, തനി ശർറിന്റെ അവസ്ഥ വരാം. വമിൻഹു ശർറുൻ ജുസ്ഇ ഔ നിസബി, അല്ലെങ്കിൽ ഭാഗികമോ അല്ലെങ്കിൽ ആപേക്ഷികമോ ആയിട്ടുള്ളതായ ശർറ് വരാം. ഫയജിബു അൻ നുസമ്മിയൽ ഉമൂറ ബിഅസ്മാഇഹാ, അതുകൊണ്ട് കാര്യങ്ങളെ നമ്മൾ പേര് വിളിക്കുമ്പോൾ, അസ്മാ പറയുമ്പോൾ, നമ്മൾ അവക്ക് നൽകപ്പെടേണ്ടതായ ശരിയായ നോമൻക്ലേച്ചർ, ശരിയായ നാമകരണം തന്നെ നമ്മൾ നടത്തിയിരിക്കേണ്ടത് നിർബന്ധമാണ്. അല്ലാതെ അവരെ കാഫിറാക്കാൻ പാടില്ല എന്നർത്ഥം. ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം നോക്കണം. ഈ അവസ്ഥയിൽ ഇത് അന്നത്തെ കാലത്ത് ഉള്ള അവരുടെ ആ ദഹനന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കാര്യത്തെ പോലും ദഹന് എന്ന് പറഞ്ഞു. ഇതേതാണ് സ്വഹാബത്തിന്റെ അവാഹിറിൽ സംഭവിച്ച കാര്യം. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ചെറുതായി കണ്ടില്ല, ദഹന് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു മതത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അവരൊരു ഉറച്ച വിശ്വാസം അവര് സ്വർഗത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു മുസ്ലിമു അങ്ങനെ ആദ്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റും. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ പേടിയുടെയും ഇടക്കാണ് നിൽക്കേണ്ടത്. തന്റെ കാര്യം എന്താവും എന്നുള്ള പേടിയും വേണം, എന്നാൽ രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയും വേണം. ഇതിന്റെ ഇടക്കാണ്ടാണ്. ഇതങ്ങനെയല്ല, ഇല്ല ഞാൻ രക്ഷപ്പെട്ടു കാരണം എന്റെ ഈ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ എന്നർത്ഥത്തിലാണ് എല്ലാ സംഘടനക്കാരും നടക്കുന്നത്. സംഗതി അവർക്കല്ല. അത്തരം ആളുകളൊക്കെ ശരിക്കും അതൊന്ന് സൂക്ഷിക്കുന്ന വേണം, സൂക്ഷിക്കാതിരിക്കാൻ പറ്റൂല.
ദീന് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കി, കാര്യം മിൻഹുവ തുങ്കർ, അധികം മുങ്കറാണ്, കുറച്ചെന്തെങ്കിലും മഅറൂഫും കാണും. തൗഹീദിന്റെ കാര്യം എടുക്കാം. ഇവിടെ വരുന്ന ഭൂരിഭാഗം വരുന്ന ആളുകൾ മുസ്ലിമീങ്ങൾ, അവരുടെ അടുക്കൽ റുബൂബിയ്യത്തുണ്ടാകും. ഉലൂഹിയ്യത്തിന്റെ മസലകളിലൊക്കെ അവർക്ക് വീഴ്ചയുണ്ടാകാം. അസ്മാ സിഫാത്ത് എന്ന് പറഞ്ഞാൽ അവർ സിഫറാണ്. ഇതാണ് ഇവിടുത്തെ അവാം അധികം മുസ്ലിംകളുടെ സ്ഥിതി. പിന്നെ വേറെ വിഭാഗത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ അടുക്കൽ അവർക്ക് റുബൂബിയത്ത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ റുബൂബിയത്ത് ഉലൂഹിയത്ത് പോലും റുബൂബിയത്താന്ന് പറയും. എന്നിട്ട് അതിൽ പെടാത്ത കാര്യങ്ങൾ പോലും അതിൽ കൂട്ടിക്കലർത്തും. അവിടെ പകർച്ച വന്നു. അത് അഖീദയിലാണ് പകർച്ച. എന്ന് മാത്രമല്ല, എന്നാൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഉലൂഹിയത്തിന്റെ മസലകൾ വരുമ്പോൾ ആ മസലകളിൽ എന്തു ആകാം എന്നുള്ള അളകുഴമ്പൻ നിലപാടുമായിട്ട് അവർ ജീവിക്കുകയും ചെയ്യും. ഇനി അത്തരം കാര്യങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ, അവരെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാലോ, അവരെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ റുബൂബിയത്തുണ്ട്. പക്ഷേ റുബൂബിയത്തിന് വിരുദ്ധമാകുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും അവരിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഫലാ യർജഉഹും റാജിഅ, അതിനെ ഒന്ന് തടുക്കാൻ, അതിനെ ഒന്ന് ആക്ഷേപിച്ച് നിർത്താൻ ആരുമില്ല അവരുടെ കൂട്ടത്തിൽ. എന്നാൽ അവർക്കെന്താണുള്ളത്? ഉള്ളത് മസായിലുൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിന്റെ തൗഹീദിലെ എണ്ണപ്പെട്ട ചില മസലകൾ അതുണ്ടായിരിക്കും. ഏതാണ്? ഖബറുകളിൽ പോകാൻ പാടില്ല, നേർച്ച നേർത്താൻ വേണ്ടിയിട്ട്. തവാഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മരിച്ചുപോയവരോട് ദുആ ചെയ്യാൻ പാടില്ല. ഇതൊന്നും ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ആ കാര്യങ്ങളിൽ കണിശാണ്. പക്ഷെ അതോടുകൂടി തൗഹീദ് പൂർണ്ണമാകുന്നുണ്ടോ? തൗഹീദ് എന്ന് പറഞ്ഞാൽ 4 തൗഹീദുണ്ട്. തൗഹീദ് മൊത്തത്തിലുള്ള തൗഹീദാണ് ഞാൻ പറയുന്നത്. ഒന്ന് റുബൂബിയ്യത്തിലുള്ള തൗഹീദ്, ഒന്ന് ഉലൂഹിയ്യത്തിലുള്ള തൗഹീദ്, ഒന്ന് അസ്മാ സിഫാത്തിലുള്ള തൗഹീദ്, മറ്റൊന്ന് മുതാബഅത്തിലുള്ള തൗഹീദ്. ഇനി തൗഹീദുല്ലാഹ്, അള്ളാഹുവിന്റെ ഏകത്വം സംബന്ധിച്ചാണെങ്കിൽ അതിൽ 3 ഉണ്ട്. അതിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്നത്, അതിലേറ്റവും ആദ്യം അഖീദയിൽ എണ്ണി പറയുന്നത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, പിന്നെ തൗഹീദുൽ ഉലൂഹിയ്യ, പിന്നെ തൗഹീദുർ റുബൂബിയ്യ. ഈ തൗഹീദുർ റുബൂബി, അതിൽ തന്നെ തൗഹീദുർ റുബൂബിയ്യത്തിലെ എണ്ണപ്പെട്ട ചില മസലകൾ അത് കറക്റ്റ് ചെയ്തത് കൊണ്ട് തൗഹീദ് മുഴുവനായി എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്, തഗയ്യുറുണ്ട്, ദഹനുണ്ട്, അല്ലെങ്കിൽ ദഹനാണ് ഇപ്പൊ കൂടുതൽ എന്ന് പറയേണ്ടി വരും. ദഹനാണ്, ഈ മാറ്റങ്ങളാണ് കൂടുതൽ എന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട അസ്മാ സിഫാത്തിന്റെ കാര്യം അത് ജനങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. തൗഹീദ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെ, കരുതുന്ന ആളുകൾ തന്നെ അത് ജനങ്ങളെ പഠിപ്പിക്കണം എന്നൊക്കെ തർക്കമുണ്ടാകുന്ന സമയത്ത് തീരുമാനമെടുക്കും. ആ തീരുമാനം അതവിടെ തന്നെ, അതിന് യാതൊരു പുരോഗതി ഉണ്ടാവില്ല. കാരണം ആ തീരുമാനമൊക്കെ നമ്മുടെ സംഘടനാ നേതൃത്വത്തിലുള്ള ചില നീക്കുപോക്കുകൾക്ക് വേണ്ടിയാണ്. അത് കസേരകൾ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് അസ്മാ സിഫാത്ത് വേണ്ടത്? അതാണ് അതിന്റെ വിഷയം. അതുപോലെ നിങ്ങൾ നോക്കി വേറെ ഇഷ്ടം പോലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ലോകത്താദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതൊരു പുതിയ ദഅവത്തിന്റെ രീതിയാണ്. എന്ത്? സാൽവേഷൻ. അതിന്റെ ആളുകൾ തന്നെ അതിനെ പരിചയപ്പെടുത്തിയത് ആദ്യമായിട്ടാണ്. അങ്ങനെ ദീനിൽ ആദ്യമായിട്ട് സംഗതി ഉണ്ടാക്കുന്നതിന്റെ പേരെന്താ? ബിദ്അ. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അപ്പോൾ ദഅവത്തിന് വേണ്ടിയാണെങ്കിൽ എന്തും പുതിയതുണ്ടാക്കാനാണെങ്കിൽ ഇതാണ് ന്യായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അസ്ല് തന്നെ പൊളിച്ചു, ദീനിന്റെ അസ്ല് തന്നെ പൊളിച്ചു. കാരണം ഇബാദത്തുകളുടെ കാര്യത്തിൽ നമുക്ക് അസ്ലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഫർഅ് നമുക്ക് ഉണ്ടാക്കാൻ എവിടെയും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നുള്ളത് നിരവധി ആയത്തുകളിൽ, നിരവധി ഹദീസുകളിൽ വന്നു. എന്ന് മാത്രമല്ല, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വലദി വന്നാസി അജ്മഈൻ. ഉമർ ഖത്താബിനോട് എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? നബിയെ, എന്നെ കഴിഞ്ഞിട്ട് നിങ്ങളെ എന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചില്ല. എന്നെക്കാൾ, ഞാൻ എന്റെ നഫ്സിനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴാ ഉമറെ, ഇപ്പോഴാണ് ഉറച്ചത്, ഈമാൻ ഉറച്ചത്. അങ്ങനെ സ്വന്തത്തെക്കാൾ ഉപരി റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. ആ ഹുബ്ബ് ഉണ്ടെങ്കിൽ, ആ ഹുബ്ബ് പ്രകടിപ്പിക്കാൻ വേണ്ടി മൗലൂദ് നടത്താലോ? മൗലൂദ് നടത്തുന്നതിന് തെളിവില്ലേ? റസൂലിനെ സ്നേഹിക്കുക. ദഅവത്ത് നടത്താനാണ് എന്ന പേരിൽ നമുക്ക് സാൽവേഷൻ ഉണ്ടാക്കാമെങ്കിൽ ഹുബ്ബുൻ നബിക്ക് വേണ്ടി മൗലൂദും കഴിക്കാം. അതുപോലെ ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സ്വർണം ചെലവഴിക്കുന്നതിനേക്കാൾ, വെള്ളി ചെലവഴിക്കുന്നതിനേക്കാൾ, വാളും കുന്തവും പരിചയമെടുത്ത് യുദ്ധം നടത്തുന്നതിനേക്കാൾ ഒക്കെ സർവശ്രേഷ്ഠം. ഹൽ അദുല്ലുക്കും അലാ ഖൈരി അമാലിക്കും,
വർഫഇഹാ ഫീ ദറജാതികും വദ്കാഹ അൻദ മലീകികും വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ് വഖൈറുൽ ലക്കും മിൻ അൻ തൽഖു അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖക്കും ഖാലു ബലാ യാ റസൂലല്ലാഹ് ഖാല ദിക്റുല്ലാഹ്. ദിക്റുള്ളക്ക് വേണ്ടിയിട്ട് നമുക്ക് ദിക്ർ ഹൽഖ ഉണ്ടാക്കിക്കൂടെ? ദഅവത്തിന് വേണ്ടി നബി കാണിക്കാത്തൊരു മാർഗം നമ്മൾ ഉണ്ടാക്കിയ ബാക്കിയുള്ളതൊക്കെ വേറുള്ളവർക്കും ഉണ്ടാക്കാം. അപ്പൊ ഒരു കൂട്ടർ ഉണ്ടാക്കണേനെ എതിർക്കാൻ, നമ്മൾ ഉണ്ടാക്കണേനെ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് തഅസ്സുബ്. ഇതാണ് പക്ഷപാതം. ഇത് വലിയ വലാലത്താണ്. ഇതാണ് താരിഫു മിൻഹും വതുൻകിർ. ഇത് മുൻകറാണോ അല്ലേ നിങ്ങൾ പറയും? ഈ കാര്യം ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടതാണോ? സഹാബത്തിൽ നിന്ന് അറിയപ്പെട്ടിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് പറയപ്പെട്ടിട്ടുണ്ടോ? സഹാബത്തിൽ അറിയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ലോകത്ത് ആദ്യമായിട്ട് വരുന്നത് അതിനെപ്പറ്റി പരിചയപ്പെടുത്തിയത്. നോക്കി നിങ്ങൾ, വിദ്യാർത്ഥിനെ എതിർത്ത് പോന്ന, സുന്നത്തിനെ സ്ഥാപിച്ച, സുന്നത്തിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് എന്ന് പറഞ്ഞ ആളുകളിൽ പിന്നെ സ്വർഗവും നരകവും ചിത്രം വരച്ചു വെക്കുന്നോടത്തെത്തി. നരകം ചിത്രം വരച്ചെത്തിയിരുന്നു, പിന്നെ എടുത്തുവെച്ചത്. എവിടെ എത്തി സ്ഥിതിവിശേഷം? അപ്പത് തുൻകിർ, താരിഫു മിൻഹും വതുൻകിർ, അങ്ങനെ അധികം മഅറൂഫായ കാര്യം കുറവാണ്. മഅറൂഫായ കാര്യം വളരെ കുറവാണ്. മുൻകറായ കാര്യങ്ങൾ ധാരാളമാണ്. എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയാൽ പറ്റും. എന്നാൽ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദീൻ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. അല്ലയോ അക്മൽതു ലക്കും. പിന്നെ പുതിയൊരു കാര്യം ലോകത്ത് ആദ്യമായിട്ട് ആരും ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യവും പറഞ്ഞു തന്നിട്ടാ പോയിട്ടുള്ളത്. ഞാനൊരു ഹദീസ് വായിച്ച് കേൾപ്പിക്കാം. അൻ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദി റബ്ബിൽ കഅബ قال دخلت المسجد فإذا عبد الله ابن عمرو بن العاص جالس في ظل الكعبة. ഞാൻ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദി റബ്ബിൽ കഅബ പറയാണ്. ആ സമയത്ത് സഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കഅബയുടെ നിഴലിലിരിക്കുന്നു. വന്നാസു മുജ്തമിഊന അലൈഹി, ജനങ്ങൾ അദ്ദേഹത്തിന്റെ അരികിൽ ഒരുമിച്ചിരിക്കുന്നുണ്ട്, കൂടിയിരിക്കുന്നു. ഫഅതൈതുഹും ഫജലസ്തു ഇലൈഹി, ഞാനും ആ മജ്ലിസിലേക്ക് ചെന്നു, അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിരുന്നു. ഫഖാൽ, അങ്ങനെ അദ്ദേഹം ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. സഹാബി വര്യനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു യുഹദ്ദിസുഹും فقال كنا مع رسول الله صلى الله عليه وسلم, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നപ്പോൾ ഫീ സഫർ, ഒരു യാത്രയിൽ, ഫനസൽനാ മൻസിലൻ, അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ വന്നിറങ്ങി. ഫമിന്നാ മൻ യുസ്രിഹു ഹിബാഅ വമിന്നാ മൻ യന്തവൽ വമിന്നാ മൻ ഹുവ ഫീ ജശരി, അങ്ങനെ പലതരത്തിലുള്ള ലൊട്ടിലൊടുക്കുകളും ജോലികളും ചെയ്യുന്നവര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ചിലർ അവരുടെ ബുദ്ധി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, ചിലർ അവരുടെ മറ്റു പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇദ്നാദാ മുനാദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് വേണ്ടി വിളിച്ചു പറയുന്ന ഒരു വിളിയാളൻ വിളിച്ചു പറയുന്നു, അസ്സലാത ജാമിഅതൻ, അത് ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി പറയുന്നതാണ്. ഫജ്തമഅനാ ഇലാ റസൂലില്ലാഹ്, ഉടനെ തന്നെ ഞങ്ങൾ ധൃതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരുമിച്ച് ചേർന്നു. ഫഖാൽ, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രത്യേകം വിളിപ്പിച്ചിട്ട് വിളംബരം നടത്തി. ഒരു വലിയ യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് ആളുകളൊക്കെ അവിടെ ഇവിടെ അവരുടെ ടെന്റിൽ, അവരുടെ ഒട്ടകപ്പുറത്ത്, അവരുടെ കൂടാരങ്ങളിൽ ഇരുന്ന് ഓരോ ലൊട്ടിലൊടുക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അസ്വലാ ജാമിഅ എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. അങ്ങനെ അവർ വന്നപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അയ്യദുൽ ഉമ്മതഹു അലാ ഖൈരി മാ യഅലമുഹു ലഹും വയുൻദിറഹും ശർറ മാ യഅലമുഹു ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മുമ്പ് നിയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നബിയുണ്ടെങ്കിൽ ആ നബിക്ക് കടമയായി തീർന്നിട്ടുണ്ട് അയ്യദുൽ ഉമ്മതഹു, തന്റെ ഉമ്മത്തിനെ അറിയിച്ചു കൊടുക്കുക എന്നത്, അലാ ഖൈരി മാ യഅലമുഹു ലഹും, അവർക്ക് ഖൈറാണ് എന്ന് ആ നബിക്ക് അറിയുന്ന എല്ലാ കാര്യവും യാതൊന്നും വിട്ടുപോകാതെ മുഴുവനും അറിയിച്ചു കൊടുക്കൽ അവരുടെ കടമയാണ്. വയുൻദിറഹും ശർറ മാ യഅലമുഹു ലഹും, അവർക്ക് ശർറാണ് എന്ന് ആ നബിക്കറിയുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്നൊഴിയാതെ അവർക്ക് താക്കീത് നൽകേണ്ടത് ആ നബിയുടെ കടമയാണ്. വഇന്ന ഉമ്മതകും ഹാദിഹി ജുഇല ആഫിയതുഹാ ഫി അവലിഹാ, നിങ്ങളുടെ ഈ ഉമ്മത്ത്, ആ ഉമ്മത്തിന്റെ ആഫിയത്ത്, അതിന്റെ ഏറ്റവും നല്ല അവസ്ഥ ഈ ഉമ്മത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്. വസയുസീബു ആഖിറഹാ ബലാ, ഈ ഉമ്മത്തിന്റെ അവസാന ഘട്ടത്തിൽ പല പരീക്ഷണങ്ങളും ഈ ഉമ്മത്തിന് ബാധിക്കാനിരിക്കുന്നു. വഉമൂറുൻ തുൻകിറൂനഹാ, നിങ്ങൾ ഇന്നുവരെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത, നിങ്ങളുടെ ഇടയിൽ പ്രചരിച്ചിട്ടില്ലാത്ത, അറിവായിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. വതജീഉ ഫിത്നത്തുൻ, അങ്ങനെ
ഫിത്ന വരും. ഒരു ഫിത്ന വരുമ്പോൾ ഭയങ്കര ഫിത്നായിട്ട് തോന്നും, അടുത്ത ഫിത്ന വരുമ്പോ കഴിഞ്ഞ ഫിത്ന ഒന്നുമല്ല, ചെറുതായിട്ട് ഒന്ന് മറ്റൊന്നിനെ നിസ്സാരമാക്കി തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭയാനകമായ ഫിത്നകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം വേറൊരു ഫിത്ന വരുമ്പോൾ ഫയഖൂലുൽ മുഅ്മിൻ, ഒരു വിശ്വാസി പറയുന്നു, ഹാദിഹി മുഹ്ലികതി, ഇത് എന്നെ ഈ ഫിത്നയിൽ ഞാൻ നശിച്ചുപോയി എന്ന് കരുതും. തുമ്പതൻകശു, പിന്നെ ആ ഫിത്ന നീങ്ങിപ്പോകും. വതജീഉൽ ഫിത്ന, അടുത്ത ഫിത്ന വരും. ഫയഖൂലുൽ മുഅ്മിനു ഹാദിഹി ഹാദിഹി, ഇതന്നെയാണ് കേട്ടോ, ഇതന്നെയാണ് എന്ന് ആശങ്കപ്പെടും. ഫമൻ അഹബ്ബ അൻ യുസ്ഹസഹ അനിന്നാർ വയുദ്ഖലൽ ജന്ന, ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടണമെന്നും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണമെന്നും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽതഅതിഹി മനിയതുഹു, അവന് മരണം വന്നെത്തട്ടെ. വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഘട്ടത്തിൽ. വൽയഅതി ഇലന്നാസ്, അയാൾ ജനങ്ങളോട് കാണിക്കട്ടെ, ചെയ്യട്ടെ. അല്ലദീ യുഹിബ്ബു അൻ യുഅ്താ ഇലൈഹി, അവർ തന്നോട് ഇങ്ങോട്ടെന്താണോ കാണിക്കേണ്ടത്, ചെയ്യേണ്ടത്, അത് അയാൾ ആഗ്രഹിക്കുന്നതെന്തോ അത് തന്നെ ജനങ്ങളോട് അങ്ങോട്ട് ചെയ്യട്ടെ. വമൻ ബായഅ ഇമാമൻ, ആരെങ്കിലും ഒരു ഇമാമിന് ബൈഅത്ത് കൊടുത്താൽ ഫഅഖാഹു സഫഖത യദിഹി വസംറത ഖൽബിഹി, തന്റെ കൈകൊണ്ട് കരാറ് കൊടുത്തു, തന്റെ ഹൃദയത്തിന്റെ ഫലം നൽകിയെങ്കിൽ ഫൽയുതിഉഹു, ആ ഭരണാധികാരി അനുസരിക്കട്ടെ. ഇനിസ്തതാ, അയാൾക്ക് സാധിക്കുന്നത്ര. ഫഇൻ ജാഅ ആഖർ, മറ്റൊരാൾ ആ അധികാരം പിടിച്ചു വാങ്ങാൻ വേണ്ടി വന്നാൽ യുനാസിഉഹു, ആദ്യത്തെ ആളോട് അധികാരത്തിൽ മത്സരിച്ചുകൊണ്ട് മറ്റൊരാൾ വരികയാണെങ്കിൽ ഫളരിബു ഉനുഖൽ ആഖർ, രണ്ടാമത് വന്നവന്റെ കഴുത്ത് നിങ്ങൾ വിട്ടു. ഫദനൗതു മിൻ, അപ്പോൾ ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അടുത്തിരുന്നു. പറയുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദി റബ്ബിൽ കഅബ. ഫഖുൽതു ലഹു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അൻഷുദുകല്ലാഹ്, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അൻത സമിഅത ഹാദാ മിൻ റസൂലില്ലാഹ്, ഈ വചനങ്ങൾ താങ്കൾ നേരെ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതാണോ? ഫഅഹ്വാ ഇലാ ഉസ്നൈഹി വഖൽബിഹി ബിയദൈഹി വഖാല സമിഅതുഹു ഉസ്നായി, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ രണ്ട് ചെവിയിലേക്കും ഇങ്ങനെ തൂങ്ങി, എന്നിട്ട് അതുപോലെ തന്നെ ഹൃദയത്തിലേക്കും ചൂണ്ടിയിട്ട് പറഞ്ഞു, വഖാല സമിഅതുഹു ഉസ്നായ വവആഹു ഖൽബി, എന്റെ ഈ രണ്ട് ചെവികളും ഇത് നബിയിൽ നിന്ന് കേട്ടതാ, ഈ രണ്ട് ചെവികൾ, എന്റെ ഹൃദയം അത് നബിയിൽ നിന്ന് ഇത് ഗ്രഹിച്ചതാ. എന്താ ഹദീസിൽ പറഞ്ഞത്? ഈ ഹദീസ് എല്ലാ ഹൈറായ കാര്യം നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹൈറാണെങ്കിൽ സാൽവേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി പഠിപ്പിച്ചതിന് സാൽവേഷൻ ഇല്ല എന്നതിന്റെ ആൾക്കാരന് പറഞ്ഞാണല്ലോ. രണ്ടാമത്, ഈ ഉമ്മത്തിന്റെ അവസാന കാലത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞു. അതെ, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ലോകത്ത് ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്നാലും അതൊക്കെ വളരെ ഫാഷനാണ്, പുരോഗതിയുടെ ലക്ഷണമാണ്. വേറൊരു കൂട്ടരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സിനിമക്കളി ഉണ്ടാക്കി, സിനിമ ഉണ്ടല്ലേ, എന്നിട്ട് അതെല്ലായിടത്തും ഭയങ്കര സിനിമ. ഇനി അതിനുവേണ്ടി വെറും സിനിമക്ക് വേണ്ടി ചാനൽ വരെ തുടങ്ങുന്നിടത്താണ്. ഇതൊക്കെ ഇസ്ലാമിനെ രക്ഷിക്കാനാണ്. ഇതാണ് സ്ഥിതിവിശേഷം. കുറച്ച് കാര്യം വരാനുണ്ട്. തുൻകിറൂനഹ, റസൂലുള്ളാഹിയിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടില്ലാത്ത, സഹാബത്തിൽ അറിയപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെ ബലാഉ വരിക തന്നെ ചെയ്യും ഈ കാലത്ത്. അന്ന് നിങ്ങൾ ഒരു കാര്യം നോക്കുക, നിങ്ങളുടെ രക്ഷ ഇമാമുണ്ടോ, ഇമാമിന്റെ കൂടെ ബൈഅത്ത് പൂർത്തീകരിക്കുക. വേറൊരാൾ അധികാരത്തിന് വന്നോ, രണ്ടാമത് വന്നോ, കായിരമ്മൻകാർ ഓനെ നിങ്ങൾ ഒഴിവാക്കുക. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, ദീനിന്റെ ഈ കാര്യങ്ങൾ, ദീൻ പൂർണ്ണമാണ് എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൗലൂദോ, അതല്ലെങ്കിൽ ഒരു റാത്തീബോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു വിദ്യാർത്ഥിയാണ്. ഇന്ന് നമ്മൾ തന്നെയാണ് വിദ്യാർത്ഥികളേറെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാ സുന്നത്തിന്റെ ഒരു കാര്യം വരികയാണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റസൂലുള്ള ഖുനൂത്ത് വിത്റിൽ ഓതാൻ വേണ്ടി പഠിപ്പിച്ചു. സഹാബത്ത് ഓതി, ഉമർ ഖത്താബ് നിശ്ചയിച്ച ഇമാമിയങ്ങൾ ഓതി. എല്ലാ വിശദീകരണങ്ങളും അതിലുണ്ട്. അതിനെപ്പറ്റിയോ അത് ഇതുവരെയും ഇത്രയായിട്ട് നമ്മളെ പാർട്ടി ഓഫീസിൽ ഒരു സർക്കുലറിലേക്ക് പകർത്താൻ കഴിയാത്തതുകൊണ്ട് ഒരു പള്ളിയിലോ നടത്താൻ പറ്റില്ല.
ആലോചിക്കുക. സാൽവേഷൻ പോലുള്ള വലിയൊരു കാര്യം പുതിയതുണ്ടാക്കിയ ആൾക്കാർക്ക് ഹദീസിൽ സഹാബത്തിന്റെ ചര്യയിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം, അതിനെപ്പറ്റി ഇമാമിയങ്ങളെ ഫത്വ എന്താ അറിയാം, അത് സുന്നത്താണെങ്കിലും അതിന്റെ വാക്കുകൾ എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. ആകെ അതിന്റെ സുന്നത്ത് സ്ഥിരപ്പെടുന്നത് ആ വാക്കിലൂടെയാണ്, ആ വാക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. അത്ര എവിടുന്നായിട്ട് വരുന്നത് ഹദീസൊക്കെ മനസ്സിലാക്കുന്നത് അല്ലാഹു അഅലം. ആ കാര്യം സ്ഥിരപ്പെടുന്നത് സുന്നത്താകുന്നത് ആ ലഫ്ള് വന്നതുകൊണ്ടാണ്. എന്നിട്ട് പറയണം ആ ലഫ്ള് സ്ഥിരപ്പെട്ടിട്ടില്ല, സംഗതി സുന്നത്തുമാണ്, എന്നാലും ജായിസ് മാത്രമാണ്, സുന്നത്ത് ജായിസുമാണ്. എന്തെന്ന് പഞ്ചപാണ്ഡവന്മാർ കട്ടിൽ കാല് പോലെ മൂന്നാകുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടിങ്ങനെ കാണിച്ച് ബോർഡ് പോയിട്ട് മാഷ് ഒന്നാണ്ട് എഴുതി അറിഞ്ഞില്ല, അതേ മായത്തെ ഏർപ്പാട്. അത്ര പേർക്ക് അതിൽ പറയാനുണ്ട്. നമ്മളെ ജനങ്ങളെ സ്ഥിതി വിശേഷം അത്രത്തോളം എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചില പള്ളിയിലൊക്കെ കുനൂത്തുണ്ടാകും. കാരണം ഇതിലൊക്കെ കുറെ ഭൂമിശാസ്ത്രപരമായ അതിർവ്യത്യാസമുണ്ട്. ബാംഗ്ലൂരിലൊക്കെ ചെന്ന പൈരാജീസൊക്കെ ഉള്ളവർക്ക് ഇക്കാര്യത്തിൽ കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവും. അപ്പൊ അവരവിടെ ചെയ്യും. അപ്പൊ ദീൻ എന്നുള്ള അർത്ഥത്തിലല്ലത് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. അത് പണ്ടുള്ള കുറച്ച് ആളുകൾക്ക്, നല്ല ആൾക്കാർ പക്ഷെ ഒരു കാലത്ത് ഇത് ഉണ്ടാക്കിയപ്പോൾ അവർക്കുണ്ടാകും ആത്മാർത്ഥത. ഇന്നിത് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചൊക്കെ ചെയ്യും. ഇനി ഒരു പള്ളിയിൽ വളരെ കൃത്യമായി ചെയ്യാൻ ധൈര്യമുള്ള ഇമാമുണ്ടെങ്കിൽ ആർക്ക് ചെയ്യാനും പറ്റും. പിന്നെ അത് നാട്ടുകാരിടയിൽ പ്രശ്നമാക്കുകയാണെങ്കിൽ അപ്പോൾ അവിടുന്ന് തിരിച്ചുവിടും. ഇനി അങ്ങനെ തിരിച്ചു വിടുകയാണെങ്കിൽ തന്നെ വേറെ കുറെ ആൾക്കാർ പ്രശ്നമാക്കുകയാണെങ്കിൽ അയാളെ തിരിച്ചു കൊടുക്കും. അത്രയൊക്കെയുള്ള പേര്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില സംഗതികളാണ്. പിന്നെ അത് മാത്രമല്ല, ശരിക്ക് സംഘടന എന്ന് പറഞ്ഞത് നിങ്ങൾ ഇതുവരെ വിചാരിച്ച് സംഘടനയിൽ തിരുമ്പണ്ട് എന്നാണ് എന്നാരെങ്കിലും കരുതിയാൽ തെറ്റി. സംഘടനയിൽ തിരുമ്പണ്ട്, അതിൽ അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. സംഘടനന്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും അറിയാം തിരുമ്പണ്ട്. അത് ഞാൻ പറഞ്ഞ ഒരു വിഷയമല്ല. ഞാൻ പറഞ്ഞ സംഘടന എന്ന് പറഞ്ഞാണ് തിന്മ. എന്താണ് ഈ സംഘടനന്റെ തിന്മ? സംഘടന എന്ന് പറയാൻ അതിലുള്ള കുറച്ച് വ്യത്യാസമുണ്ട്. അല്ലസ്വാലിയിൽ സംഘടനയും ഇവർക്ക് ആകെ സംഘടനയും സംഘവും തമ്മിൽ ഇപ്പോഴും വ്യത്യാസം മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇത് കൂടിയ ആൾക്കാർ, ഈ ആൾക്കാരൊക്കെ പാടും കൂടിയതുകൊണ്ട് നിങ്ങളൊരു സംഘടനയാണെന്ന് അവർ പറയും. അറബിയിലുള്ള ജമാഅത്ത് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. ഇത് തിരിയാനിട്ടല്ല, തിരിയേണ്ട മാതിരി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും ഇവർക്ക് എന്ത് ചെയ്യൂല, അത് തിരിയാത്ത മാതിരി അവരിങ്ങനെ നിൽക്കും. സംഘടനയും ഇതും തമ്മിലുള്ള വ്യത്യാസം കുറേ ഞാൻ പറഞ്ഞു. ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പത്തെ സൗദി അറേബ്യയിലുള്ള മതകാര്യ വകുപ്പ് മന്ത്രി, അയാള് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാണ്, നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹം ഈ കാര്യം മസായിലുൽ ജാഹിലിയ എന്ന് പറയുന്ന ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥം ശർഹ് ചെയ്തപ്പോ അതിൽ ഈ കാര്യം വിശദീകരിച്ചു. ഞാൻ അതിലൂടെ വായിക്കാം. ഇതന്നെ ഫതഹഖീഖുൽ ഖൗലി ഫീ ഹാദിഹിൽ മസ്അല. അപ്പോൾ ഈ മസ്അലയിൽ മുഹഖഖായ സൂക്ഷ്മമായ അഭിപ്രായം, സൂക്ഷ്മമായ വചനം ഇങ്ങനെയാണ് പറയേണ്ടത്. ഈ മസ്അല എന്ന് പറഞ്ഞാൽ വഹിയ തക്വീനു അൽ ജമാഅത്തിൽ ഖാസ്സ, ചില പ്രത്യേക സംഘടനകൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച്. അന്നഹു യജൂസു അൻ തകൂന ജമാഅത്തൻ ബിമഅന തജമ്മുഇ അലൽ ഖൈരി വൽ ഹുദാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജമാഅത്ത്, ഒരു സംഘത്തെ ഉണ്ടാക്കാം. അത് അവർ ഒരുമിച്ച് കൂടുന്നു നന്മക്ക് വേണ്ടി, ഹുദക്ക് വേണ്ടി, സന്മാർഗത്തിന് വേണ്ടി. ഏതുപോലെ നജ്തമിഉ ഇസ്നാൻ, നമ്മൾ ഒരുമിച്ച് കൂടെ 2 ആള്, സലാസ 3 ആള്, അർബഅ 4 ആള്, അശ്റ 10 ആള്, ഇങ്ങനെ എത്രയോ ആളുകൾ ഒരുമിച്ച് കൂടുന്നു. നതവാസ, പരസ്പരം നമ്മൾ നന്മ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നതആഹ, പരസ്പരം സാഹോദര്യം കാണിക്കുന്നു. നഖറ, നമ്മൾ നല്ലത് വായിക്കുന്നു. വനൻസഹ, നമ്മൾ നസീഹത്ത് നൽകുന്നു. നദ്ഹബു ഇലാ ഫുലാൻ, ഒരാളുടെ അടുക്കൽ പോകുന്നു. അയാളെ നമ്മൾ ക്ഷണിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ ഒത്തൊരുമിച്ച് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടാം. ഈ അർത്ഥത്തിലുള്ള ജമാഅ, ഇത് സംഘം, അതുണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. വലാകിൻ ബൈനനാ തസാബുർ, നമ്മളുടെ ഇടയിൽ നമ്മൾ പരസ്പരം നന്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം കാണിച്ച് സഹകരിക്കുകയാണ് ചെയ്യുക. അല്ലാതെ കൂട്ടത്തിൽ ഒരാള് സെക്രട്ടറി അല്ലെങ്കിൽ ഒരാൾ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ സംഘടനാ നിയമങ്ങൾ കണിശമായി പാലിക്കാമെന്നും ഇതിനാൽ ഞാൻ വാക്ക് തരുന്നു എന്ന താഴ്ത്തല്ല അവിടെ ഉള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം കാണിച്ച് സഹകരിച്ചു പോകുക. അല്ലാതെ അതിലൊരു നേതൃത്വം, അതിലൊരു അനുയായികളും എന്ന് വരുമ്പോ അത് സംഘടനയായി. സംഘാണെങ്കിൽ ആ സംഘത്തിൽ എല്ലാവരും പരസ്പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളുകളെ പറഞ്ഞയച്ചു. അവരെ 2 ആളുകളെ പറഞ്ഞയച്ച സമയത്ത് അതുണ്ടായിട്ടില്ല. 2 ആളുകളെ പിന്നെ ഇമാറത്ത് വേണ്ടയില്ല. യാത്രയിൽ പോലും ഒരു സംഘം ഇവിടുന്ന് പോകുകയാണെങ്കിൽ അതിന് ഇമാറത്ത് വേണമെങ്കിൽ, നാട്ടില് ഇമാറത്തുൽ ഹവർ, എന്നാൽ യാത്രയിൽ
കുറച്ചാളുകൾ പോകുകയാണെങ്കിൽ എത്ര ആളുകളാണെങ്കിലാണ് ഇമാറത്ത് അനുവദിച്ചു കൊടുക്കുന്നത്? 3 ആളെങ്കിലും മിനിമം വേണം. 2 ആളുകളെ പറഞ്ഞയച്ചപ്പോ പറഞ്ഞത് തത്വാബഅ വലാ തഖ്തലിഫാ, നിങ്ങൾ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വണക്കം കാണിക്കണം, സഹകരിക്കണം. ഒരാൾ പറഞ്ഞത് മറ്റാൾ കേൾക്കണം, മറ്റാൾ പറഞ്ഞ ഇയാളും ചെവിക്കൊള്ളണം. അങ്ങനെ സഹകരിച്ചനുസരിച്ച് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വലാ തഖ്തലിഫാ, ഭിന്നിപ്പ് നിങ്ങൾ പുലർത്തരുത്. ഇതാണ് നമുക്ക് പറ്റിയ വലൈസത്താ. അല്ലാണ്ട് കൂട്ടത്തിൽ ഒരാളെ സെക്രട്ടറി, ഒരാളെ പ്രസിഡന്റ്, പിന്നെ അടുത്ത വർഷം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുപ്പായം മാറ്റി കുത്തിരിക്കുക, കിട്ടിയില്ലെങ്കിൽ പാലം വലിക്കുക, ഇല്ലെങ്കിൽ അതിനെ മഹല്ലിൽ തല്ലുണ്ടാക്കുക. ഈ പരിപാടി ഈ സാഹസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ബൈനനാ നിളാം, നമുക്കിടയിൽ എന്താവാം? ഒരു നല്ലൊരു വ്യവസ്ഥ നമുക്കുണ്ടാകാം, ചിട്ടയുണ്ടാക്കാം. ഇന്ന സമയത്ത് ഇന്നത് ചെയ്യാം, ഇന്ന സമയത്ത് ഇന്ന കിതാബ് പഠിക്കാം, ഇങ്ങനെ ക്രമീകരണങ്ങൾ വരുത്താം. വലൈസ ഇൻദനാ തൻളീം, പക്ഷെ നമ്മുടെ അടുക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനാവൽക്കരണം പാടില്ല. വഹാദിഹി ഉസൂലു ദഅവത്തിൻ നാജിഹ, ഇതാണ് വിജയകരമായ ഒരു ദഅവത്തിന്റെ അസ്ല്. വമാദാഹ ഫഹിയ ദഅവാത്തുൽ ഖാരിജീന അൻ മുസമ്മൽ ഈമാൻ, ഇതല്ലാത്ത താഴ്ത്ത് പറയുന്ന, ബൈഅത്ത് നൽകുന്ന, തൻളീം ഉണ്ടാക്കുന്ന സംഘടനകൾ അതെല്ലാം തന്നെ ഇസ്ലാം പറയുന്ന അതിന്റെ വിവക്ഷയ്ക്ക് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. ഇസ്ലാം അംഗീകരിക്കുന്ന തത്വാവയിൽപ്പെട്ടതല്ല. അപ്പൊ ജമാഅത്തും അതുപോലെ തന്നെ തൻളീമും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയണ്ട. ഇപ്പൊ ഒരു പുതിയ സംഘവും സംഘടന എന്താ വ്യത്യാസം? സംഘടനയില്ലാത്ത സംഘടനക്കാർ. ഇതാരെ പറഞ്ഞത്? ആലു ഷേഖ് സാലിഹ് ആലു ഷേഖ്